നമസ്കാരം. അപ്പോൾ സൂപ്പർ സിന്ധി എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൻ്റെ റിവ്യൂവിന് ചെന്നപ്പോൾ ഋതു മന്ത്ര എന്ന് പറയുന്ന ആ ഒരു നടിയെ കണ്ടു. കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് നമ്മളങ്ങനെ വിളമ്പി. അപ്പോൾ എന്തായാലും ചോദ്യത്തിനൊരു കലവറ തന്നെ നമ്മുടെ കയ്യിലുണ്ടാവും. തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചു ഹാപ്പി മൂഡാണല്ലോ. ഹാപ്പി മൂഡാണല്ലോ. ഞാനോ എപ്പോഴും ഹാപ്പി അല്ലേ? നമ്മൾ സന്തോഷിക്കല്ലേ? ലൈഫിൽ അതല്ലേ ഉള്ളൂ. എല്ലാ മൊമെന്റും നമ്മൾ സന്തോഷിക്കുക. അതാണ് ഞങ്ങളുടെ സിനിമയും പറയണത്. സൂപ്പർ സിന്ദഗി, ലൈഫ് അങ്ങോട്ട് അടിപൊളിയാക്കുക. അപ്പോൾ എന്തായാലും ഒരു ഗ്രിപ്പ് കിട്ടി. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, സൂപ്പർ സിന്ദഗി എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ ഹാഫ് ടൈം കഴിഞ്ഞതിന് ശേഷം പ്രേക്ഷകരുടെ മുഖം കണ്ടായിരുന്നു? പകുതി ഭാഗം കണ്ട പ്രേക്ഷകരുടെ ഫേസ് കണ്ടായിരുന്നു? ഹാപ്പിനെസ് ആണോ? എല്ലാവരും എൻഗേജ്ഡ് ആണ് സിനിമയിൽ. അതാണ് എനിക്ക് ഇഷ്ടമായിട്ട്. എല്ലാവരും നെക്സ്റ്റ് എന്താ നടക്കണമെന്നുള്ളൊരു ക്യൂരിയോസിറ്റിയാണ്. ബിക്കോസ് ഇതൊരു ട്രാവലും അവർ ഒരു കാര്യം തേടി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റി. എൻ്റെ ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു നടന്ന കഥയാണ്. ഇത് സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ലൈഫിൽ നടന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ക്യൂരിയോസിറ്റി കൂടുതലല്ലേ, ഇതെന്താണ് ഇത് ടുവേർഡ്സ് എൻഡ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനെ കുറച്ച് ഇവലിഡേറ്റിംഗ് നമ്മളൊക്കെ ഡബിങ്ങിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു വലിയ ഹാപ്പിനെസ്സിലും അവരുടെ മുഖത്തിൽ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ചോദിച്ചു, വയനാട് നടന്ന ആ ഒരു മഹാദുരന്തത്തെക്കുറിച്ച് എന്താണ് സഹോദരിക്ക് പറയാനുള്ളത്? അപ്പോൾ അവർ തീർച്ചയായിട്ടും മനസ്സ് തുറന്നു പറഞ്ഞു. ഈ വയനാട് നടന്ന മഹാദുരന്തത്തെക്കുറിച്ച് രണ്ട് വാക്ക് എന്തെങ്കിലും പറയാമോ? ഇപ്പോൾ നമ്മൾ പ്രൊമോഷന് വിളിക്കുമ്പോൾ തന്നെ ഞങ്ങൾ അതാ പറഞ്ഞത്. കാരണം നമുക്ക് ചെയ്യണം, ദിസ് ഇസ് പാർട്ട് ഓഫ് ആ ജോബ് അല്ലേ. അതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ആ പ്രൊമോഷന് പോയത് തന്നെ. ബിക്കോസ് അവരെ പോലെ തന്നെ നമ്മളും ഒരു മഹാദുരന്തമാണ്. എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെ നമ്മളാൽ കഴിയണ രീതിയിൽ അവരവിടെ പോവുക. ഇപ്പോൾ അല്ല, കുറച്ച് കഴിയുമ്പോൾ. കാരണം ഇപ്പോൾ എല്ലാവരും ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ അവർ ഒറ്റയ്ക്കാകും എന്നുള്ള ഒരു ഫേസിലേക്ക് എത്തുമ്പോൾ നമ്മളൊക്കെ പോവുക, അവരെ സഹായിക്കുക. അതുപോലെ തന്നെ പൂർവാധികം ശക്തിയോടെ അവരവരുടെ ലൈഫിലേക്ക് തിരിച്ചു വരിക. അത് വളരെ ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കും. ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ വളരെ സത്യവത്തായതാണ്, വളരെ കൃത്യമായുള്ള കാര്യമാണ്. ഇപ്പം എല്ലാവരും ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോഴാണ് അവർക്ക് നമ്മളെയൊക്കെ ആവശ്യം. ആ ഒരു സമയത്തേക്ക് നമുക്കൊക്കെ അവരിലേക്ക് എത്താൻ പറ്റട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ബിക്കോസ് നേച്ചർ നമ്മൾ കൊടുക്കുന്നതാണ്, നേച്ചർ നമുക്ക് തിരിച്ചു തരാമെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൂടുതൽ നമ്മുടെ നേച്ചറിനെ കുറച്ചും കൂടെ സ്നേഹിക്കുക, കുറച്ചും കൂടെ അതിനോട് പൊളൈറ്റ് ആയിട്ടിരിക്കുക. നമ്മൾ ജീവിക്കാനുള്ള ഒരു സ്ഥലമാണല്ലേ, അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുക നമ്മൾ ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരു ചിത്രം അടിച്ചു പൊളിക്കൂ, ഹാപ്പി ആവും. താങ്ക് യു. ഇനിയും സിനിമകൾ കേൾക്കേണ്ട. ഇനി ഒരെണ്ണുള്ളത് തെലുങ്കാണ്. അത് കഴിഞ്ഞിട്ട് ഇനി മലയാളത്തിൽ ഇപ്പോൾ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. സിനിമയിൽ ഒരു വെബ് സീരീസ് നമ്മുടെ വേറെ ടീമിൻ്റെ എന്ന് പറഞ്ഞ വെബ് സീരീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും സിനിമകൾ വെബ് സീരീസ് വരുന്ന എല്ലാവരും കാണും. വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു ആക്ടർ മനസ്സ് തുറന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ശരിക്കും ഇത് ഹാർട്ട് ടച്ച് ആയിരുന്നു. കാരണം ഈ ഒരു സമയത്ത് മാത്രം ഒത്തിരി സഹായങ്ങൾ നൽകിയത് കൊണ്ട് മാത്രമാവില്ല. അവർ ഈ ഒരു ദുരന്തം കഴിഞ്ഞതിന് ശേഷം അവരെ ഒന്ന് ഡയറക്റ്റ്ലി കാണുക, സഹായിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഗൗരവത്തോടു കൂടി ആ ഒരു മനുഷ്യത്വമുള്ള ആക്ടർ നമ്മുടെ മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞത്. അപ്പോൾ ഋതു മന്ത്ര എന്ന് പറയുന്ന ആ ഒരു മനുഷ്യത്വമുള്ള ആക്ടറിന് ഒരു ബിഗ് സല്യൂട്ട്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.